അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ഏവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു തമ്പുരാന്റെ ജന്മപ്പെരുന്നാളിന്റെ ആശംസകൾ ആദ്യമേ നേരുകയാണ്. കർത്താവിന്റെ ജന്മം ചരിത്രത്തെ തിരുത്തി എഴുതിയെന്ന് പറയുമ്പോഴും ഒരു റീറൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി എന്നുള്ള കൺസെപ്റ്റ് മാത്രം നമ്മൾ കാണാതെ റീസെറ്റിംഗ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ക്രിസ്മസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇരുളിലും അന്ധതമസിലും ഇരുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ആ പ്രകാശം മനുഷ്യവർഗത്തിന്റെ മേൽ ആസകലമുണ്ടായിരുന്ന അന്ധകാരത്തിന്റെ വിധിയെ മാറ്റിമറിക്കുന്നതായിരുന്നു. ക്രിസ്മസ് എന്ന വാക്കിൽ ക്രൈസ്റ്റും മാസുമുണ്ട്. മാസ് എന്ന വാക്കിന് വിശുദ്ധ ബലിയെന്നും ജനസമൂഹമെന്നും അർത്ഥമുണ്ട്. ഒരു രീതിയിൽ കർത്താവിന്റെ ജന്മം തന്നെ ലോകത്തിനൊരു ബലിയായി സമർപ്പിക്കപ്പെട്ട കാഴ്ചയായിരുന്നു. അതോടൊപ്പം തന്നെ ക്രൈസ്റ്റും മാസും ദൈവവും മനുഷ്യവർഗവും യോജിപ്പിലേക്ക് നയിക്കപ്പെടുന്ന ഒരു ദിവ്യ അനുഭവമായിരുന്നു. അപ്പം ദിവ്യ ബലിയുടെ പരിച്ഛേദവും ദൈവവും മനുഷ്യനും ഒന്നു ചേർന്നുള്ള സ്നേഹ സംഗമത്തിന്റെ അനുഭവവും ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കുന്നു. യേശുവിന്റെ ജന്മത്തെ പറ്റി പ്രവാചകൻ പറഞ്ഞത്, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ലോകത്തിന്റെ അധികാരങ്ങളിലും പദവികളിലും ആശ്രയിക്കുന്ന നമുക്ക്, അതിന്റെ പളപളപ്പ് കണ്ട് അതിനെ പിന്തുടരുന്ന നമുക്ക് ഒരു മിറാക്കുലസ് മിനിസ്റ്റർഷിപ്പ്, ഒരു ഡിവൈൻ മിനിസ്റ്റർഷിപ്പ് ദൈവം നമുക്ക് പകർന്നു തരികയാണ്. ലോകത്തിന്റെ മന്ത്രി പദവിയെക്കാളും അധികാരത്തെക്കാളും അപ്പുറമായൊരു തലമുണ്ട്. നമ്മൾ കാണുന്ന ദൈവത്തിന് കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം കാണാതെ അതിനപ്പുറമായി ദൈവത്തിന്റെ വീര്യത്വം, ഒമ്നി പൊട്ടൻസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ വളർത്തിയെടുക്കണം. നമ്മളുടെ ഭൗതിക പിതാക്കന്മാരും മാതാക്കളും നഷ്ടപ്പെട്ടു പോയാലും എൻ്റെ ദൈവം സർവശക്തനാണ്, അവൻ നിത്യനാണ്, നിത്യപിതാവായിട്ടുണ്ട്, ഈ ലോകത്തിലും പരലോകത്തിലും ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം ഓർപ്പിക്കുന്നു. അവൻ സമാധാന പ്രഭുവാണ്. ലോകത്തിൽ അധികാരമുള്ളവരെയും സമ്പന്നരെയും ഒക്കെ പ്രഭുക്കന്മാരെന്ന് വിലയിരുത്തും. എന്നാൽ സമാധാനത്തിന്റെ പ്രഭു എന്ന് പറയുന്ന കൺസെപ്റ്റ് ലോകത്തിന് അപരിചിതമാണ്. സമാധാനം നടത്തുന്നവർ ഭാഗ്യവാന്മാരാണ്. സമാധാനമുള്ളവർക്ക് ദൈവപ്രസാദം കിട്ടും, അവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടും, നിത്യത കിട്ടും. അപ്പൊ ലോകത്തിന്റെ പ്രഭുത്വത്തെക്കാൾ ദൈവത്തിന്റെ സമാധാനത്തിന് ദിവ്യമായൊരു തലമുണ്ടെന്ന് തിരുവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. ഉണ്ണിയേശുവിനെ കാണുവാൻ കിഴക്ക് നിന്നും വിദ്വാൻമാർ കാശുദ്രവ്യങ്ങളുമായി പുറപ്പെടുന്നു. അവർക്ക് വഴികാട്ടിയായ ഒരു നക്ഷത്രം ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് നക്ഷത്രങ്ങളുടെ ഇടയിലും പ്രകാശമുള്ള ഒരു നക്ഷത്രം അവർക്ക് വഴികാട്ടിയായി വർദ്ധിച്ചു. ഇന്ന് ലോകത്തിൽ സ്പോർട്സ് സ്റ്റാഴ്സും ആർട്ട് സ്റ്റാഴ്സും ഫിലിം സ്റ്റാഴ്സും ഒരുപാട് സ്റ്റാറുകളുണ്ട്. പ്രകാശമില്ലാത്ത നക്ഷത്രങ്ങൾ എന്ന് പേര് പറയുന്ന ഒത്തിരി എണ്ണമുണ്ട്. അതിൻ്റെ ഇടയിൽ പ്രകാശമുള്ള ഒരു നക്ഷത്രം. പ്രിയമുള്ളവരെ, പ്രകാശമില്ലാത്ത നമ്മുടെ ജീവിതാനുഭവങ്ങളെ മാറ്റിവെച്ച് യഥാർത്ഥ പ്രകാശത്തിന് വഴിയൊരുക്കണം. ആ പ്രകാശത്തിൽ നിന്ന് നമുക്ക് പ്രകാശം പ്രാപിക്കുവാൻ സാധിക്കണം. പൊന്നും മൂരും കുന്തിരിക്കവുമായി ഹെറോദേസിന്റെ കൊട്ടാരത്തിൽ എത്തിയിട്ടും അവന്റെ സ്വീകരണം ഏറ്റുവാങ്ങിയിട്ടും സ്നേഹം ഏറ്റുവാങ്ങിയിട്ടും ആ കാഴ്ചവസ്തുക്കൾ അവിടെ കൊടുക്കുവാൻ വിദ്വാൻമാർക്ക് തോന്നിയില്ല. നമ്മളും നമ്മളുടെ കുഞ്ഞുങ്ങളും ഒക്കെ അറിവും പരിജ്ഞാനവും യുക്തിയും സിദ്ധിയുമൊക്കെ ഉള്ളവരാണ്. ഒരുപാട് കാഴ്ചദ്രവ്യങ്ങളുണ്ട്. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയില്ല. വിദ്യാഭ്യാസം അതിനു വേണ്ടിയാ, ശക്തി അതിനു വേണ്ടിയാ. പക്ഷെ ഈ യാത്രക്കിടയിൽ തീർത്ഥമാകുന്ന കാഴ്ചദ്രവ്യങ്ങളുമായിട്ടുള്ള യാത്രക്കിടയിൽ ആരുടെയൊക്കെയോ പാതാരവിന്ദങ്ങളിൽ നമ്മളുടെ കാഴ്ചവസ്തുക്കളെ നമ്മൾ അർപ്പിക്കേണ്ടടുത്ത് ചെല്ലുമ്പോൾ ഇല്ലാതെ പോകുന്നു. അതുകൊണ്ടാണ് ലക്ഷ്യത്തിൽ നിന്ന് പലരും പിന്മാറിപ്പോകുന്നത്. വിദ്വാൻമാർ നമ്മുടെ കർത്താവിന്റെ പുൽത്തൊഴുത്തിലെത്തിയപ്പോൾ ആലങ്കാരികതകളൊന്നും കണ്ടില്ല. അവിടുത്തെ ഏക അലങ്കാരവും തിളക്കവും ആകർഷണീയ കേന്ദ്രവും നമ്മുടെ കർത്താവ് മാത്രമായിരുന്നു, ഉണ്ണിയേശു മാത്രമായിരുന്നു. പൊന്നിൻകുടത്തിന് പൊന്നു വേണ്ട എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ദിവ്യ അനുഭവമാണ് അവിടെ നിറഞ്ഞു നിന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഒരുക്കുന്ന ആലങ്കാരികതകളും ആകർഷണങ്ങളും ഒക്കെ യഥാർത്ഥ സിദ്ധിയെ, സത്തയെ മറച്ചു വെക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥ സത്തയെ കാണിക്കുവാൻ തക്കവണ്ണം നമ്മളുടെ ആലങ്കാരികതകളും അഹങ്കാരങ്ങളും ഒക്കെ ചാമ്പലാക്കിയേ പറ്റത്തുള്ളൂ.
ഹരിനാമകീർത്തനത്തിൽ എഴുത്തച്ഛൻ പറയുന്നത് പോലെ, സർവേശ്വര നിന്റെ കാലചക്രം കൊണ്ട് എന്നിലെ അഹങ്കാരങ്ങളെ തരിപ്പണമാക്കി ശാമ്പലാക്കി നന്മ വളരുവാനുള്ള വളക്കൂറുള്ള അനുഭവമാക്കി അതിനെ തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിദ്വാൻമാരുടെ പൊന്നും മൂരും കുന്തിരിക്കവും വലിയ മൂല്യമുള്ള കാഴ്ചവസ്തുക്കളൊന്നും ആയിരുന്നില്ല. എന്നാൽ ഭൗതികമായിട്ടൊന്നുമില്ലാതിരുന്ന ആ സാഹചര്യത്തിൽ അവർക്ക് സന്തോഷത്തോടെ ഒരു തരി പൊന്നുമില്ലാതെ കിടക്കുന്ന കുഞ്ഞിന്റെ പാദത്തിങ്കിൽ അർപ്പിക്കുവാൻ അവർക്ക് സാധിക്കുമായിരുന്നു. സുഗന്ധ വസ്തുക്കൾ ഇല്ലാത്തടത്ത് മൂരും കുന്തിരിക്കവും അർപ്പിക്കുവാൻ സാധിക്കുമായിരുന്നു. അവർ സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു. ദൈവമേ, ഇത് രാജശിശുവായിട്ടും ഞങ്ങൾക്കുള്ളതിന്റെ 100 പോലും ഭൗതികമായിട്ട് ഈ ശിശുവിന് ഇല്ലല്ലോ എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലർപ്പിച്ച പശ്ചാത്താപത്തിന്റെ സന്തോഷവും ആത്മനിർവൃതിയും വലുതായിരിക്കും. ഇന്ന് നമ്മളെ കാണുന്നവർ സന്തോഷത്തോടാണ് പോകുന്നത്, പലരും നിരാശയോടാണ് പോകുന്നത്. എനിക്കും നിങ്ങൾക്കുമുള്ളത് മറ്റു പലർക്കുമില്ല. ഇന്നുള്ളവരും ഇല്ലാത്തവരും, ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് എന്ന് പറയുന്ന 2 ജനങ്ങളാണുള്ളത് സമൂഹത്തിലുള്ളത്. അപ്പൊ ഇല്ലാത്തവരുടെ മുൻപിൽ നമ്മൾ ആള് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പ്രാർത്ഥിക്കാതിരുന്നിട്ടും എല്ലാം കിട്ടുമ്പോൾ എൻ്റെ പ്രാർത്ഥന കൊണ്ട് ദൈവം ഇതെല്ലാം തന്നുവെന്ന് യഥാർത്ഥ ഭക്തന്റെ മുൻപാകെ, അവന്റെ വേദനയുടെ മുൻപാകെ നീ ആള് കളിക്കരുത്. 3 നേരം ശരിയായി കഴിക്കുവാനില്ലാത്തവരുടെ മുൻപാകെ നിന്റെ രുചിയുടെ വകഭേദങ്ങളെ പറ്റി വിലയിരുത്തൽ നടത്തരുത്. കയറിക്കിടക്കുവാൻ വീടില്ലാത്തവന്റെ മുൻപിൽ നിന്റെ വീടിന്റെ മനോഹാരിതയെപ്പറ്റി വാചാലനായി പ്രസംഗിക്കരുത്. മക്കളില്ലാത്തവരുടെ മുൻപാകെ നിന്റെ മക്കളുടെ മാഹാത്മ്യവും ബുദ്ധിശക്തിയും വിളമ്പരുത്. അതേ പ്രിയമുള്ളവരെ, നമ്മളെ കാണുന്നവർ പരാതികളില്ലാതെ പോകട്ടെ, സന്തുഷ്ടരും സ്വസ്ഥരുമായിട്ട് പോകട്ടെ. യേശുവിന്റെ ജനനത്തെ പറ്റി നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരു വേദഭാഗമാണ്. ഒരു അടയാള വാക്യമായിട്ട് പറയും, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. യെശയ്യാ 7:14. ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. യഹൂദ രാജാവായ ആഹാസ്, സാധുവായ നിർമ്മലനായ ആഹാസ്, അവനെ ആക്രമിക്കുവാൻ അവന്റെ സഹോദരനായ ഇസ്രായേൽ രാജാവ് പേക്കഹും അരാം രാജാവായ രസീനും ഒരുമിച്ച് വലിയ ശക്തിയോടുകൂടി അവന്റെ രാജ്യത്തിനെ വാടകോരി നിന്നപ്പോൾ ദൈവമെസ്സീയ പ്രവാചകനെ ആഹാസിന്റെ അടുക്കിലേക്ക് അയക്കുന്നു. നിരാശനായ ആഹാസിന്റെ മുൻപിൽ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം യെശയ്യാ പ്രവാചകൻ പറയുന്നു, നീ ജയിക്കും, അതിനൊരു അടയാളം നീ ചോദിച്ചു കൊടുക്കുക. അപ്പോൾ ഉടനെ ആഹാസ് പറഞ്ഞു, ദൈവത്തെ ഞാൻ പരീക്ഷിക്കില്ല, എനിക്ക് അടയാളം വേണ്ട. എങ്കിലും യെശയ്യാ ഒരു അടയാളം ദൈവനാമത്തിൽ കൊടുക്കുന്നു. ഒരു അടയാള വാക്യമായിട്ട് പറയുന്നു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടി എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ആഹാസ് ചിന്തിച്ചത് കന്യക പ്രസവിക്കാനും പോകുന്നില്ല, താനൊട്ട് ജയിക്കാനും പോകുന്നില്ല. എന്നാൽ ആഹാസിന് ദൈവം വിജയം കൊടുത്തു. കാലാന്തരത്തിൽ കന്യക പ്രസവിച്ചു. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഓർത്തോണം, ദൈവം നമ്മൾക്ക് നൽകുന്ന ചില അടയാള വാക്യങ്ങൾ നാളെക്കുറിച്ച് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രതീക്ഷയുടെ ദർശനങ്ങൾ തരണമെന്ന് നിർബന്ധമില്ല. അതിനപ്പുറമായൊരു ദിവ്യ വെളിച്ചമുണ്ട് പ്രിയമുള്ളവരെ. ആ ദിവ്യ വെളിച്ചം ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം. അവിശ്വസനീയമായിട്ട് നമുക്ക് തോന്നുന്ന ജീവിതാനുഭവങ്ങളിലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒരു വിജയമുണ്ടെന്നുള്ള കാര്യം ഓർത്തോണം. കന്യകയ്ക്ക് ഗർഭിണിയാകാമെങ്കിൽ ദൈവമക്കൾക്ക് ആത്മീയ ഫലത്തോടുകൂടി വിജയം പ്രാപിക്കുവാൻ സാധിക്കും. കന്യക ഗർഭിണിയായത് ലോകത്തിന്റെ നിയമങ്ങൾക്ക് അപ്പുറമാണ്. കന്യകയെ വിദ്വേഷിച്ചവരും നിന്ദിച്ചവരും ഉണ്ടായിരുന്നു. നമ്മളുടെ ജീവിതത്തിൽ നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഒരുപക്ഷെ കണ്ണുകൊണ്ട് കാണും, ചെവി കൊണ്ട് കേൾക്കും. സാധുക്കളെ നിന്ദിക്കുവാനും ദുഷിക്കുവാനും പോകരുത്, പരിഹസിക്കുവാൻ പോകരുത്. ജീവിതത്തിൽ ഒരു രൂപാന്തരം എപ്പോഴും ഉണ്ടാകണം. ചാൾസ് ഡീക്കൻസിന്റെ ക്രിസ്മസ് കരോൾ എന്ന് പറയുന്ന സുപ്രസിദ്ധമായൊരു കൃതി, അതിൽ എബനേസർ സ്ക്രൂജ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, സ്വാർത്ഥതയിലും അഹങ്കാരത്തിലും ജീവിക്കുന്നവൻ, അവനൊരു ക്രിസ്മസ് രാത്രിയിൽ ഒരു ദർശനം കാണുന്നു. 3 ഗോസ്റ്റുകൾ അവനെ സമീപിക്കുന്നു. ഒന്നാമത്തവൻ വന്ന് അവന്റെ ജീവിതത്തിലെ കഴിഞ്ഞ കാലത്തെ ദുരിതാനുഭവം, ചെറുപ്പത്തിലെ പ്രയാസാനുഭവം കാണിച്ചു കൊടുക്കുന്നു. രണ്ടാമത്തെ ഗോസ്റ്റ് ലോകത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്നവരുടെ നൊമ്പരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. മൂന്നാമത്തെ ആള് അവൻ മരിക്കുമ്പോൾ ആരും കാണാനില്ലാതെ, ആരും കരയാനില്ലാതെ ഉള്ള അനുഭവം കാണിച്ചു കൊടുക്കുന്നു. അത് അവന്റെ ജീവിതത്തെ സ്പർശിച്ച്, ഞാൻ മരിക്കുമ്പോൾ ഒരാൾ കരയാൻ പോലും കാണാൻ പോലും ഇല്ലല്ലോ എന്നുള്ള കാര്യം ഓർത്ത് രൂപാന്തരപ്പെടുന്നു. ഈ ക്രിസ്മസ് നമുക്ക് പ്രിയമുള്ളവരെ നമ്മുടെ ഡെസ്റ്റിനിയെ റീസെറ്റ് ചെയ്യാനുള്ള അനുഭവമാകട്ടെ, വിശുദ്ധിയിലേക്ക് വളരുവാനുള്ള അനുഭവമാകട്ടെ, ലോകത്തിന് പ്രകാശം കൊടുക്കുവാനുള്ള അനുഭവമാകട്ടെ. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.